JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുണ്ട്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. PSC പരീക്ഷകളിൽ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്നത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ലേറ്റസ്റ്റ് സിലബസ് പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. With reference to the International Labour Organization ILO, consider the following statements. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയെ പരാമർശിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 3 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ പ്രസ്തുത പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3 പ്രസ്താവനകളുണ്ടല്ലേ. ഒന്നാമത്തെ പ്രസ്താവന, ദ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് ഫൗണ്ടഡ് വിത്ത് ദ primary purpose of promoting workers' rights, improving working conditions and advancing social justice globally. രണ്ടാമത്തേത്, it is mainly concerned with the protecting the rights of workers in the formal economy. മൂന്നാമത്തെ, India has ratified freedom of association and protection of right to organized convention of the ILO. Which of the statement given above is are correct? ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3 ഓപ്ഷൻ ഉണ്ട്, A, B, C, D. ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏതാണ് ശരിയായിട്ടുള്ളതെന്ന്. ആലോചിച്ചോ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് അല്ലെ. ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ only one only ആണ് അല്ലെ. The International Labour Organization ILO is a specialized agency of the United Nations founded with the primary purpose of promoting workers' rights, improving workers' working conditions and advancing social justice globally. അതായത് ILO ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രത്യേക ഏജൻസിയാണ്. ഇത് തൊഴിലാളികളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ആഗോളതലത്തിൽ സാമൂഹ്യ നീതി മുന്നോട്ട് കൊണ്ടുപോവുക എന്നീ പ്രാഥമിക ലക്ഷ്യങ്ങളോടെ സ്ഥാപിതമായതാണ്. അതാണ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിത്ത് റെഫറൻസ് ടു ദ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. 3 സ്റ്റേറ്റ്മെന്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1919 ആസ് part of the Treaty of Versailles. It became the first specialized agency of the United Nations in 1946. It follows its tripartite structure involving governments, employers and workers. Which of the statement given above are correct? മുകളിൽ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏതാണ് ശരി ഉത്തരം എന്ന്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1919 ആസ് പാർട്ട് ഓഫ് ദ ട്രീറ്റി ഓഫ് വെർസൈൽസ്. അതായത് ഈ ILOയെ പരാമർശിച്ച് പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളിൽ ഒന്നാമത്തേതാണ്. 1919 വെർസൈൽസ് ഉടമ്പടിയുടെ ഭാഗമായി ഇത് സ്ഥാപിതമായി. രണ്ടാമത്തെ നോക്കിയേ, ഇറ്റ് ബിക്കേം ദ ഫസ്റ്റ് സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് ഇൻ 1946. അതായത് രണ്ടാമത്തെ എന്താണ്? 1946 ഇത് ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ പ്രത്യേക ഏജൻസിയായി മാറി. മൂന്നാമത്തെ എന്താണ്? ഇറ്റ് ഫോളോസ് എ ട്രിപ്പാർട്ടൈറ്റ് സ്ട്രക്ചർ ഇൻവോൾവിംഗ് ഗവൺമെന്റ്സ്, എംപ്ലോയേഴ്സ് ആൻഡ് വർക്കേഴ്സ്. അതായത് സർക്കാരുകള്, തൊഴിലുടമകള്, തൊഴിലാളികള് എന്നിവ ഉൾപ്പെടുന്ന ഒരു ത്രികക്ഷി ഘടനയാണ് ഇത് പിന്തുടരുന്നത്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയായിട്ടുള്ള
സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1, 2 ആൻഡ് 3. അടുത്ത ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ILO കൺവെൻഷൻസ്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ഈസ് എബോവ് ആർ കറക്റ്റ്. 3 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടല്ലേ, അതിനകത്ത് 3 ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1, 2, 3 ഏതാ ശരിയായിട്ടുള്ളത് നോക്കിയോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ഒന്നാമത്തേതും മൂന്നാമത്തേതുമാണ് ശരിയായിട്ടുള്ളത് അല്ലേ. ഒന്നാമത്തെ എന്താണ്? കോർ കൺവെൻഷൻസ് ഓഫ് ദ ILO ആർ ലീഗലി ബൈൻഡിങ് ഓൺലി ആഫ്റ്റർ റാറ്റിഫിക്കേഷൻ ബൈ മെമ്പർ സ്റ്റേറ്റ്സ്. അതായത് അംഗരാജ്യങ്ങൾ അംഗീകരിച്ചതിന് ശേഷം മാത്രമേ ILOയുടെ പ്രധാന കൺവെൻഷനുകൾ നിയമപരമായി ബാധിക്കൂ. പിന്നെ ഏതാണ് ശരിയായിട്ടുള്ളത്? മൂന്നാമത്തെയാണ് അല്ലേ. ദ മിനിമം ഏജ് കൺവെൻഷൻ ഈസ് വൺ ഓഫ് ദ കോർ കൺവെൻഷൻസ്. അതായത് മിനിമം ഏജ് കൺവെൻഷൻ പ്രധാന കൺവെൻഷനുകളിൽ ഒന്നാണ്. ഈ 2 സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് ആയിട്ടുള്ള. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? 1 and 3 only. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫങ്ഷൻസ് ഓഫ് ദ ILO. താഴെ പറയുന്നത് ഏതാണ് ILOയുടെ പ്രവർത്തനങ്ങൾ? 1, 2, 3, 4 പ്രവർത്തനങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏതാണ് ILOയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ബി, സി, ഡി ഉണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതുമാണ് കറക്റ്റ് ആവുള്ളത് അല്ലേ. സെറ്റിംഗ് ഇന്റർനാഷണൽ ലേബർ സ്റ്റാൻഡേർഡ്സ്. അന്താരാഷ്ട്ര തൊഴിൽ മാനദണ്ഡങ്ങളെ സ്ഥാപിക്കല്. സൂപ്പർവൈസിംഗ് ഇംപ്ലിമെന്റേഷൻ ഓഫ് കൺവെൻഷൻസ്. അതായത് കൺവെൻഷനുകളുടെ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കുന്നു. പ്രൊവൈഡിംഗ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ടു മെമ്പർ സ്റ്റേറ്റ്സ്. അതായത് അംഗരാജ്യങ്ങൾക്ക് സാങ്കേതിക സഹായം നൽകുന്നു. അപ്പോൾ ഈ ഒന്നാമത്തെ രണ്ടാമത്തെ 3 സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അത് ILOയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ആദ്യത്തെ ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതുമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. വിത്ത് റെഫറൻസ് ടു ദ ഫ്രീഡം ഓഫ് അസോസിയേഷൻ കൺവെൻഷൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. അതായത് അസോസിയേഷൻ സ്വാതന്ത്ര്യ കൺവെൻഷനുകൾ പരാമർശിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ, അതായത് 3 പ്രസ്താവനകൾ പരിഗണിച്ചതിന് ശേഷം ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് 4 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ഒന്നാമത്തേതും മൂന്നാമത്തേതുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഏതാണ് ഒന്നാമത്തെ? ഏതാണ്? ഇറ്റ് ഗ്യാരണ്ടീസ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയേഴ്സ് ദ റൈറ്റ് ടു ഫോം ആൻഡ് ജോയിൻ ഓർഗനൈസേഷൻ ഓഫ് ദെയർ ഓൺ ചൂസിങ്. അതായത് തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും അവരവരുടെ ഇഷ്ടാനുസരണം സംഘടനകൾ രൂപീകരിക്കാനും അവയിൽ ചേരാനുമുള്ള അവകാശം ഇത് ഉറപ്പു നൽകുന്നു. പിന്നെ ഏതാണ് ശരിയായിട്ടുള്ളത്? മൂന്നാമത്തെ അല്ലെ. ഏതാണ്? ഇറ്റ് ഈസ് വൺ ഓഫ് ദ 8 ഫണ്ടമെന്റൽ കൺവെൻഷൻസ് ഓഫ് ദ ILO. അതായത് ILOയുടെ അടിസ്ഥാന കൺവെൻഷനുകളിൽ ഒന്നാണ് ഇത്. അപ്പോൾ ഈ ഒന്നാമത്തെ മൂന്നാമത്തേതുമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണല്ലേ. 1 and 3 only. അടുത്ത ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഈ താഴെ പറയുന്ന 3 സ്റ്റേറ്റ്മെന്റുകൾ പരിഗണിച്ചതിന് ശേഷം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് താഴെ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് കറക്റ്റ് ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വായിച്ചോ. എന്നിട്ട് ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണല്ലേ. രണ്ടാമത്തേതും മൂന്നാമത്തേതുമാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ എന്താണ്? ഡീസന്റ് വർക്ക് അജണ്ട ഈസ് ആൻ ഇനീഷ്യേറ്റീവ് ഓഫ് ദ ILO. ILOയുടെ ഏതാണ് കറക്റ്റ് ആൻസർ? ILO ഡീൽസ് ഓൺലി വിത്ത് ദ ലേബർ ഇഷ്യൂസ് ഇൻ ദ ഫോർമൽ സെക്ടർ. അത് തെറ്റായ പ്രസ്താവനയാണ് അല്ലേ. രണ്ടാമത്തേതാണ് ശരിയായിട്ടുള്ളത് അല്ലേ. ഡീസന്റ് വർക്ക് അജണ്ട ഈസ് ആൻ ഇനീഷ്യേറ്റീവ് ഓഫ് ദ ILO. അതായത് മാന്യമായ തൊഴിൽ അജണ്ട ILOയുടെ സംരംഭമാണ്. പിന്നെ ഏതാണ് ശരിയായിട്ടുള്ളത്? മൂന്നാമത്തെ അല്ലേ. ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ദ ILO ഈസ് ഇൻ ജനീവ, സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡും ജനീവയുമാണ് ILOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. അതായത് ILOയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. അപ്പോൾ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. 3 സ്റ്റേറ്റ്മെന്റുകളുണ്ട്. അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്?
രണ്ടെണ്ണമാണ് ശരിയായിട്ടുള്ളത്. ഏതൊക്കെയാണ്? രണ്ടാമത്തേതും മൂന്നാമത്തേതുമാണ് ശരിയായിട്ടുള്ളത്. ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം. വിത്ത് റെഫറൻസ് ടു ദ സ്ട്രക്ചർ ഓഫ് ദ ILO കൺസിഡർ ദ ഫോളോയിങ്. ഈ മൂന്നെണ്ണം പരിഗണിക്കുക. അതിനുശേഷം അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് വിച്ച് ഓഫ് ദ എബോവ് ആർ പ്രിൻസിപ്പിൾസ് ഓർഗൻസ് ഓഫ് ദ ILO എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് A, B, C, D ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. ഏതാണ്? ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും ശരിയാണ്. അതുപോലെ അതായത് ILOയുടെ ഘടനയെ പരിഗണിച്ച് ഇനി പറയുന്നവ പരിഗണിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനം, അതായത് ഇന്റർനാഷണൽ ലേബർ കോൺഫറൻസ്, ഭരണസമിതി ഗവേണിംഗ് ബോഡി, പിന്നെ ഇന്റർനാഷണൽ ലേബർ ഓഫീസ്, അതായത് അന്താരാഷ്ട്ര തൊഴിൽ ഓഫീസ്, ഇത് മൂന്നും എബോവ് പ്രിൻസിപ്പിൾസ് ആർ ഓർഗൻസ് ഓഫ് ദ ILO. എബോവ് ആർ പ്രിൻസിപ്പൽ ഓർഗൻസ് ഓഫ് ദ ILO. മൂന്നെണ്ണവും ശരിയായിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1, 2 ആൻഡ് 3. അടുത്ത ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. 3 സ്റ്റേറ്റ്മെന്റുകൾ പരിഗണിക്കുക. അതിനുശേഷം അതിൻ്റെ അകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് ആലോചിച്ച് പറയുക. അപ്പോൾ ഓപ്ഷൻസ് A, B, C താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏതാണ് ശരി ഉത്തരവെന്ന്. ഒന്ന് ആലോചിച്ചോ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണല്ലേ. ഒന്നാമത്തേതും രണ്ടാമത്തേതുമാണ് ശരിയായിട്ടുള്ളത്. അതായത് ഈച്ച് മെമ്പർ സ്റ്റേറ്റ് സെൻസ് two government delegates, one employer delegate and one worker delegate to the International Labour Conference. അതായത് ഓരോ അംഗരാജ്യവും രണ്ട് സർക്കാർ പ്രതിനിധികളെയും ഒരു തൊഴിലുടമ പ്രതിനിധിയെയും ഒരു തൊഴിലാളി പ്രതിനിധിയെയും അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിലേക്ക് അയക്കുന്നു. അതിനുശേഷം ഏതാണ് ശരിയായിട്ടുള്ളത്? രണ്ടാമത്തെ അല്ലേ. എംപ്ലോയർ ആൻഡ് വർക്കർ ഡെലിഗേറ്റ്സ് വോട്ട് ഇൻഡിപെൻഡന്റ്ലി ഓഫ് ദെയർ ഗവൺമെന്റ്സ്. അതായത് തൊഴിലുടമ തൊഴിലാളി പ്രതിനിധികൾ അവരവരുടെ സർക്കാരുകളിൽ നിന്ന് സ്വതന്ത്രമായി വോട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം. The decent work agenda of the ILO includes which of the following pillars? അതായത് ILOയുടെ മാന്യമായ തൊഴിൽ അജണ്ടയിൽ താഴെ പറയുന്നതിൽ ഏതാണ് ഉൾപ്പെടുന്നത്? ഏതാണ്? 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ A, B, C, D ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണല്ലേ. 4 എണ്ണം അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന അല്ലേ. എംപ്ലോയ്മെന്റ് ക്രിയേഷൻ, സോഷ്യൽ പ്രൊട്ടക്ഷൻ, സോഷ്യൽ ഡയലോഗ്, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആൻഡ് റൈറ്റ്സ് അറ്റ് വർക്ക്. അപ്പോൾ ഈ 4 എണ്ണവും ഉൾപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം. Which of the following conventions has not been ratified by India? താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യ അംഗീകരിച്ചിട്ടില്ലാത്ത കൺവെൻഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര എണ്ണമാണ്? 3 കൺവെൻഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ അംഗീകരിച്ചിട്ടില്ലാത്ത കൺവെൻഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ A, B, C, D ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണല്ലേ. ഒന്നാമത്തേതും രണ്ടാമത്തേതും ആണല്ലേ. ഏതാണ്? കൺവെൻഷൻ 87, കൺവെൻഷൻ നമ്പർ 87, കൺവെൻഷൻ നമ്പർ 98. ഇതാണ് ഇന്ത്യ അംഗീകരിച്ചിട്ടില്ലാത്ത കൺവെൻഷൻ. അടുത്ത ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. 3 സ്റ്റേറ്റ്മെന്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓപ്ഷൻ ഒന്ന് നോക്കി അതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ഒന്നാമത്തേതും മൂന്നാമത്തേതുമാണ് കറക്റ്റ് ആയിട്ടുള്ളത് അല്ലേ. ഒന്നാമത്തെ എന്താണ്? The ILO was awarded the Nobel Peace Prize. ILOയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. അടുത്ത മൂന്നാമത്തെയാണ് ശരിയായിട്ടുള്ളത്. The ILO adopts conventions and recommendations. അതായത് ILO കൺവെൻഷനുകളും ശുപാർശകളും അംഗീകരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1 and 3 only. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.